നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ള റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. കാർഡ് സ്പ്രെഡ് ചെയ്യാം. ഓം നമഃ ശിവായ. 10 കാർഡ് സ്പ്രെഡാണ് എടുക്കാൻ പോകുന്നത്. എന്തൊക്കെ കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ്, 6 ഓഫ് വാൻസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് സോർഡ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് വാൻസ്, ദ സൺ കാർഡ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് സോർഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഈ ഒരു റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയത് തന്നെ ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ള ഒരു ലവ് അഫെയർ ഉണ്ടാവാൻ വേണ്ടി തന്നെ ആ വ്യക്തി വളരെയധികം റിസ്ക് എടുത്തതായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഇപ്പോൾ വളരെ സന്തോഷവാനാണ്. നിങ്ങൾ തമ്മിലുള്ള ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ഒരു നല്ല സ്വപ്നം കണ്ടിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു ലൈഫിനെ പറ്റി ആ വ്യക്തി കുറേ പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ വരെയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി, നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നതായിട്ട് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നില്ല. പക്ഷേ ഇതിൽ യൂണിവേഴ്സ് പറയുന്നത് എല്ലാം നിങ്ങളുടെ കരങ്ങളിലാണ് എന്നാണ്. അതായത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വളരെ സന്തോഷവാനാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള പെരുമാറ്റ രീതിയും ആത്മാർത്ഥതയും അനുസരിച്ചിരിക്കും ആ വ്യക്തിയുടെ മനസ്സ് മാറുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ വ്യക്തിയുടെ മനസ്സ് മടുപ്പിക്കാതെ തന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. വൺസ് ആ വ്യക്തിയുടെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ രീതി നിങ്ങൾക്ക് ആയിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആവുകയും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുമ്പോട്ട് പോകണോ വേണ്ടായോ എന്നുള്ള ഒരു ചിന്തയിലോട്ട് ആ വ്യക്തിയെ നയിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഒരിക്കലും ഒരു സ്ട്രഗിളിങ് ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി സ്ട്രഗിളിങ് ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ല, പക്ഷേ മറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കലും താങ്ങാൻ സാധിക്കുകയില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾ ആ വ്യക്തിയോട് സ്നേഹം, ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹമാണ് വേണ്ടുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന് എന്തെങ്കിലും ഒരു കുറവ് സംഭവിക്കുകയോ നിങ്ങൾ ആ വ്യക്തിയോട് പെരുമാറുന്ന രീതി, അതായത് ആ വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലത്തെ സംസാരമോ ആ വ്യക്തിയെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്യാരക്ടറോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭാവിയിൽ ബുദ്ധിമുട്ടാകുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. കുറേയൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം ആ വ്യക്തി സഹിക്കും. പക്ഷെ ഗ്രാജുവലി ആ വ്യക്തിയുടെ മൈൻഡ് ചേഞ്ച് ആവുകയും നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങളുടെ കരങ്ങളിലാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആ വ്യക്തി എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളോട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ പ്രതികരിക്കാം. ആ വ്യക്തി അതിന് സഹിക്കും എന്നും യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി ഒരു തെറ്റും ചെയ്യാതെ തന്നെ നിങ്ങളിൽ നിന്നും കുറ്റപ്പെടുത്തലുകളും അവഗണനയും കേൾക്കുവാനോ സഹിക്കുവാനോ ആ വ്യക്തിക്ക് സാധിക്കുകയില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ ഒരു രാജാവിന് തുല്യം കണ്ട് സ്നേഹം കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ റാണിയെപ്പോലെ വാഴിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്.
ആ വ്യക്തി നിങ്ങളെ കൂടാതെ മറ്റൊരു പുരുഷനെയോ സ്ത്രീയോ നോക്കി പോവുകയില്ല എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിക്ക് സന്തോഷവും സ്നേഹവും സപ്പോർട്ടും എപ്പോഴും സ്നേഹിച്ചും സപ്പോർട്ടും കൊടുത്ത് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലോങ് ലാസ്റ്റിംഗ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ സക്സസ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നതായിരിക്കും എന്ന് യൂണിവേഴ്സ് പറയുന്നു. നേരെ മറിച്ച് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള പെരുമാറ്റത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ആ വ്യക്തി വേറൊരു റിലേഷൻഷിപ്പ് തിരക്കി പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് വാൺ ചെയ്യുകയാണ്, നിങ്ങൾക്കൊരു വാണിംഗ് തന്നെ തരുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ ഒരിക്കലും കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് കൊണ്ട് എത്തിക്കരുത്. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് വളരെ നെഗറ്റീവായിട്ട് മാത്രമായിരിക്കും ബാധിക്കാൻ പോകുന്നത്. ആ നെഗറ്റീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി കടന്നു വരികയും നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള താല്പര്യവും സ്നേഹവും കുറഞ്ഞ് ആ ഒരു വ്യക്തി വേറൊരു റിലേഷൻഷിപ്പിൽ ആവുകയും ചെയ്യും. കാലചക്രം കറങ്ങുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ സ്വഭാവത്തിന് മാറ്റങ്ങളും സംഭവിക്കും. ഇത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് നമ്മളുടെ നാവിനെ അടക്കി വെക്കുക. നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിക്കെതിരെ പല കാര്യങ്ങളും നമുക്ക് പറയുവാനോ പ്രവർത്തിക്കുവാനോ തോന്നും. അതൊക്കെ നമ്മളുടെ സമയദോഷം കൊണ്ട് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ്. ഇത് മുൻകൂട്ടി അറിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പല അപകടങ്ങളെയും നിങ്ങൾക്ക് തന്നെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും ആ പ്രവൃത്തിയോ സംസാരമോ നല്ല കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, എന്ത് തന്നെ പ്രവർത്തിക്കുന്നതിന് മുന്നേയും സംസാരിക്കുന്നതിന് മുന്നേയും ഒന്നുകൂടി ആലോചിച്ച് മാത്രം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേർന്ന ഭാഗ്യം നിങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. മറ്റാരും നിങ്ങൾക്ക് വന്നു ചേർന്ന ഭാഗ്യത്തിനെ തട്ടിയെടുക്കുകയില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സേഫായിട്ടാണ് പോകുന്നത്. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ വേറൊരു വ്യക്തി വന്ന് പ്രശ്നമുണ്ടാക്കുകയോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയില്ല എന്ന് യൂണിവേഴ്സ് 100% ഉറപ്പ് പറയുന്നു. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൻ്റെ ഈ ഒരു ഉപദേശം കേട്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കണ്ടാലും ഇത് വാലിഡ് ആകുന്നതുമായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാൽ എല്ലാവരുമായിട്ട് റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന, അതായത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് റെസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം വിട്ടുകളയുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസ് ഒന്നും ജീവിതത്തിലേക്ക് വലിച്ചു വയ്ക്കാതിരിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. ഒരു കോഴ്സ് ഇപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ആ കോഴ്സ് എന്തെന്നാൽ 7 ചക്ര ഹീലിംഗ് കോഴ്സാണ്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാനും നിങ്ങൾക്കുണ്ടായ ശത്രുദോഷത്തിനെയും നെഗറ്റീവ് എനർജീസിനെയും ബ്ലാക്ക് മാജിക്കിനെയും എല്ലാം കംപ്ലീറ്റ്ലി എരിച്ചു കളയാനും നിങ്ങളെ അതിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളെ തന്നെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. 7 days കോഴ്സാണ്. കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നാളെ കാണാം. നാളെ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.